ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ദുരിതത്തിലായി പശ്ചിമേഷ്യ. റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലിൽ വലയുന്ന യൂറോപ്പ്. ഈ സംഘർഷങ്ങളിലേക്ക് പലപ്പോഴായി കടന്നു വരികയോ വലിച്ചിഴക്കപ്പെടുകയോ ചെയ്യുന്ന ഇറാൻ, അമേരിക്ക, ഖത്തർ, ഈജിപ്ത്, സിറിയ, തുർക്കി തുടങ്ങിയ ലോകരാജ്യങ്ങളും. ഈ നിലയിൽ ഭൗമരാഷ്ട്രീയം പലതരം സങ്കീർണതകളാൽ വട്ടം ചുറ്റുമ്പോൾ ചർച്ചകൾ പലതും പെട്രോളിയം ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ്. റഷ്യയും പശ്ചിമേഷ്യയും എണ്ണയുടെ കാര്യത്തിൽ ലോകത്തിന്റെ നെടുംതൂണുകളായത് തന്നെയാണ് കാരണം. ഈ ഘട്ടത്തിലാണ് തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യം തേടുന്നത്. പറഞ്ഞു വരുന്നത് ലോകത്തെ ഏറ്റവും അധികം ഭൂഗർഭ എണ്ണ സമ്പത്തുള്ള ഇറാഖിനെ കുറിച്ചാണ്. എണ്ണ ഉത്പാദനം വീണ്ടും വർദ്ധിപ്പിക്കുക, കയറ്റുമതി കൂട്ടി രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പുതിയ പദ്ധതിക്കായി ഒരുങ്ങുകയാണ് ഇറാഖ്. ഇറാഖിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയ്ക്ക് ഒരു പുതിയ കയറ്റുമതി റൂട്ട് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒമാൻ സർക്കാരുമായി ചേർന്നുള്ള ഒരു ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണ് ഇറാഖിന്റെ ലക്ഷ്യം. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പൂർണ്ണ കരാറിൽ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ട്. 2025 തുടക്കത്തിൽ തന്നെ ഇതിനായുള്ള പ്രാഥമിക കരാർ ആയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ കരാറിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഒരു കാരണവുമുണ്ട്. ഈ പറഞ്ഞ കരാറുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒമാനിലേക്ക് ഇറാഖിന്റെ ക്രൂഡ് ഓയിൽ ഒഴുകുന്ന പൈപ്പ് ലൈൻ പദ്ധതി പ്രാവർത്തികമാവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് ഇന്ത്യക്കായിരിക്കുമെന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാമത്തേതാണ് ഇറാഖ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ 23% ഇറാഖിൽ നിന്നാണ്. ഇറാഖ് ഇനിയും ഉൽപാദനം കൂട്ടിയാൽ അതിന്റെ നേട്ടം സ്വാഭാവികമായും ഇന്ത്യക്ക് തന്നെയായിരിക്കും. ഇറാഖുമായി അടുത്ത സൗഹൃദമുള്ളതിനാൽ ഇന്ത്യയെ പരിഗണിക്കുമെന്നും തീർച്ചയാണ്. അതിനാൽ തന്നെ ഒമാനിലേക്കുള്ള എണ്ണ പൈപ്പ് ലൈൻ പാത ഏഷ്യയിലേക്കുള്ള ഇറാഖിന്റെ കയറ്റുമതിയുടെ പ്രധാന പാതയാകുമെന്നും ഇന്ത്യക്ക് ഗുണകരമാകുമെന്നത് ഉറപ്പ്. ഇനി എന്താണ് ഇറാഖ് ഒമാൻ പൈപ്പ് ലൈൻ ഡീൽ എന്ന് വിശദമായി നോക്കാം. ഇറാഖിന്റെ തെക്കൻ നഗരമായ ബസ്രയിൽ നിന്ന് ഒമാനിലെ ദുഖമിലേക്ക് അറേബ്യൻ ഗൾഫ് വഴി കരമാർഗമോ കടലിനടിയിലൂടെയോ ആയിരിക്കും ഈ പറഞ്ഞ പൈപ്പ് ലൈൻ പദ്ധതി. പദ്ധതിയുടെ ആദ്യപടിയായി ഒമാനിലെ ദുഖം തുറമുഖത്ത് ഇരു രാജ്യങ്ങളും ചേർന്ന് 10 ദശലക്ഷം ബാരൽ ശേഷിയുള്ള എണ്ണ സംഭരണ സൗകര്യങ്ങൾ നിർമ്മിക്കും. ശേഷം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതിയും ചെയ്യും. ഒമാൻ സർക്കാരുമായി ഇതേക്കുറിച്ച് ഇറാഖ് സജീവമായി ചർച്ചകളിൽ ഏർപ്പെട്ട് വരികയാണെന്നാണ് ഇറാഖിലെ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഫോർ മാർക്കറ്റിംഗ് ഓഫ് ഓയിൽ ജനറൽ മാനേജർ അലി നസർ അൽ സിത്താരി പറയുന്നത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം അന്തിമ അംഗീകാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പദ്ധതി പൂർത്തിയാകാൻ 3 മുതൽ 5 വർഷം എടുത്തേക്കാം. ഏഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല യൂറോപ്പിനെയും നോട്ടമിട്ടാണ് ഇറാഖിന്റെ ഈ നീക്കം. കുർദിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി വർദ്ധിപ്പിച്ചാണ് ഈ ലക്ഷ്യം നേടാൻ ഇറാഖ് ശ്രമിക്കുന്നത്. കുർദിസ്ഥാൻ വഴി എണ്ണ തുർക്കിയിൽ എത്തിച്ച് അതുവഴി യൂറോപ്പിലേക്ക് എത്തിക്കാനാണ് ഇറാഖിന്റെ ലക്ഷ്യം. എണ്ണയ്ക്കായി റഷ്യയെ ആശ്രയിക്കുന്ന യൂറോപ്പിൽ എളുപ്പം വിപണിയുണ്ടാക്കിയെടുക്കാമെന്നും ഇറാഖ് ഇതുകൊണ്ട് കണക്ക് കൂട്ടുന്നുണ്ട്. നിലവിൽ ഇറാഖിന്റെ എണ്ണ കയറ്റുമതി പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. മുമ്പ് പ്രതിദിനം ഏകദേശം 4,50,000 ബാരൽ കയറ്റി അയച്ചിരുന്ന കുർദിസ്ഥാൻ തുർക്കി പൈപ്പ് ലൈൻ തുടർച്ചയായ രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കാരണം 2023 തുടക്കം മുതൽ പ്രവർത്തനരഹിതമാണ്. ഇത് ഇറാഖിന് കോടിക്കണക്കിന് വരുമാന നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാഖിലെ എണ്ണയുടെ ഏകദേശം 90% നിലവിൽ പേർഷ്യൻ ഗൾഫിലെ ടെർമിനലുകൾ വഴിയാണ് ഒഴുകുന്നത്. ഫോമോസ് കടലിടുക്ക് വഴിയുള്ള സമുദ്ര ഷിപ്പിങ്ങിനെ പ്രാദേശിക സംഘർഷങ്ങൾ ബാധിക്കുന്നത് ഇറാഖിനും പ്രതികൂലമാണ്. അതിനാൽ തന്നെയാണ് ഒമാനിലേക്കുള്ള പൈപ്പ് ലൈൻ ഒരു ബദൽ മാർഗമായി ഇറാഖ് കണക്കാക്കുന്നത്. ഈ പദ്ധതി നടപ്പാവുന്നതോടെ പ്രാദേശിക സംഘർഷം ഉണ്ടായാൽ പോലും ഇറാഖിന്റെ എണ്ണ കയറ്റുമതിയെ ബാധിക്കില്ലെന്നാണ് നിഗമനം. മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു നിർണായക വികസനമാകാൻ സാധ്യതയുള്ള ഈ പദ്ധതി നിലവിൽ വന്നാൽ ഇറാഖിന് പല വെല്ലുവിളികളെയും അതിജീവിക്കാനാകുമെന്നും റിപ്പോർട്ടുണ്ട്. ഇറാഖിന്റെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഉത്തരം. റഷ്യയ്ക്കും സൗദി അറേബ്യയ്ക്കും ഇതൊരു തിരിച്ചടി തന്നെ ആയിരിക്കും എന്ന് വേണം കരുതാൻ. എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ ഓരോ രാജ്യങ്ങളും എത്ര അളവിൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യണമെന്നൊരു കോട്ടയുണ്ട്. ആ കോട്ട ലംഘിച്ച് എണ്ണ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ന് ഇറാഖ്. അതുകൊണ്ട് തന്നെ ഇറാഖിന്റെ ശത്രു രാജ്യങ്ങൾ ഈ നീക്കത്തിൽ തടയിടാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത കാലത്തായി ഇറാഖിന്റെ എണ്ണ ഉൽപാദന കരാറുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഒമാൻ പൈപ്പ് ലൈൻ പദ്ധതിക്ക് പ്രാധാന്യം ഏറെയാണ്. കുർദിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന 8 എണ്ണ കമ്പനികൾ ഇറാഖുമായി നേരത്തെ തന്നെ കരാറിൽ ഒപ്പുവച്ചിരുന്നു. 2023 മാർച്ച് മുതൽ നിർത്തിവച്ചിരിക്കുന്ന ഇറാഖ് തുർക്കി പൈപ്പ് ലൈനിലൂടെ പ്രതിദിനം ഏകദേശം 2,30,000 ബാരൽ അസംസ്കൃത എണ്ണ കരാറായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ പോകുന്ന ഇറാഖിന്റെ ഈ നീക്കം റഷ്യയും സൗദി അറേബ്യയും കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? ഇന്ത്യയിലേക്കുള്ള എണ്ണയൊഴുക്ക് ഇനിയും കൂടുമോ? യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നീക്കം എങ്ങനെ സ്വീകരിക്കും എന്നെല്ലാം കണ്ടറിയാം.